മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു? ഒരു ബാർ മാഗ്നറ്റും അതിൻ്റെ ഫീൽഡുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. അപ്പം ബാർ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ഒരു സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം, അത് ഐഡൻറ്റിക്കലാണെന്ന് എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റ് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട എഫക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ഒന്നത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അതിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമായ എർത്ത് മാഗ്നറ്റിസം എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, നമ്മൾ മാറ്ററിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തു വരുന്നത് അല്ലേ. വസ്തുക്കൾക്ക് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞു. എന്തായിരുന്നു? ഓരോ റിവോൾവിംഗ് ഇലക്ട്രോണും മാഗ്നറ്റിക് ഡൈപോളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. അതിലൊക്കെ റിവോൾവിംഗ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള റിവോൾവിംഗ് ഇലക്ട്രോൺസ് ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്താൽ അതിൻ്റെയൊക്കെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് സീറോ ആവാതെ വന്നാൽ അത്തരം മെറ്റീരിയൽസ് എന്ത് കാണിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ചിലതിന് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് സീറോ ആയിരിക്കും. അത്തരം മെറ്റീരിയൽ പൊതുവെ എന്ത് കാണിക്കാറില്ല? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാറില്ല. ചില വസ്തുക്കൾ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ അലൈൻ ചെയ്യപ്പെടുകയും അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുകയും ചെയ്യും. എന്തായാലും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അവിടെ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്തിനൊരു മാഗ്നറ്റിസം ഉണ്ട് അല്ലേ. ഓക്കെ, എർത്ത് ഒരു മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ എർത്തിനൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എർത്ത് ഒരു ബാർ മാഗ്നറ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്താണ് കാരണം? നമ്മൾ നോക്കൂ, നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഒരു ഫ്രീ ആയിട്ട് ഒരു ബാർ മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് സൗത്തിൻ്റെ ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? അത് അലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു അല്ലേ. നമുക്ക് ദിശ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കോമ്പസുകൾ പണ്ട് കാലം മുതലേ യൂസ് ചെയ്യുന്നു. കോമ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ബാർ മാഗ്നറ്റ്സ് ആണ് അല്ലേ. അതിൻ്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്താ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബാർ മാഗ്നറ്റ് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ ബാർ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസിൻ്റെ പർപ്പസുകൾ ചെയ്യാൻ പറ്റും, ദിശ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോർത്ത് സൗത്ത് എവിടെയാണ്, അത് വെച്ച് നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവും. എന്താണ്? ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബാർ മാഗ്നറ്റ് ഒരു പ്രത്യേക ദിശയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റിനെ എങ്ങോട്ടാണോ തിരിച്ചു വെച്ചത് അങ്ങോട്ട് നിൽക്കേണ്ടതായിരുന്നു അല്ലേ. പക്ഷേ എങ്ങോട്ട് മാഗ്നറ്റ് തിരിച്ചു വെച്ചാലും അത് തിരിച്ചു വരാനുള്ള രീതിയിൽ ഫ്രീ ആണെങ്കിൽ അത് സ്വയം തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മാഗ്നറ്റിക് ടോർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ബാർ മാഗ്നറ്റ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുക? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ബാർ മാഗ്നറ്റ് നമ്മൾ ഏത് ദിശയിൽ വെച്ചാലും പ്രത്യേക ദിശയിൽ തന്നെ വന്ന് നിൽക്കണമെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ എവിടെ വെച്ചാലും ഈ പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എർത്തിൻ്റെ ചുറ്റുഭാഗത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അത് അലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പവർ ഓഫ് അട്രാക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാഗ്നറ്റിൻ്റെ പോയിന്റ്സിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? മാഗ്നറ്റിക് പോൾസ്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക ദിശയിലേക്ക് നമ്മുടെ ബാർ മാഗ്നറ്റ് പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് പറയാൻ സാധിക്കും? എർത്തിൻ്റെ ഒരു പ്രത്യേക പോയിന്റിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പവർ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എർത്തിനൊരു പോൾ ഉണ്ട്, അല്ലെങ്കിൽ എർത്തിനൊരു നോർത്ത് പോളും
ഒരു സൗത്ത് പോളും ഉണ്ട്. ഏതിനുള്ള പോലെ തന്നെ, ഒരു ബാർ മാഗ്നറ്റിനുള്ള പോലെ തന്നെ എർത്തിനും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കാണ് നമുക്കിനി വരാനുള്ളത്. അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം. എന്താണ്? എർത്ത്സ് മാഗ്നറ്റിസം. ഓക്കെ, സ്വാഭാവികമായിട്ടും എർത്തിന് ചുറ്റുഭാഗത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് കാരണം വേണം അല്ലേ. നമ്മൾ മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഇവിടെയും ഹോൾ എർത്തിന് ചുറ്റുഭാഗത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു എന്തെങ്കിലും ഒരു സർക്കുലാർ മോഷൻ വേണം അല്ലേ. ഒരു സർക്കുലേറ്റിംഗ് കറണ്ടാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക നമുക്കറിയാം, മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതിന് പല കാരണങ്ങൾ പല സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എർത്ത് കറങ്ങുമ്പോൾ എർത്തിൻ്റെ ചുറ്റുഭാഗത്തും എന്തുണ്ട്, അയണോസ്ഫിയർ ഉണ്ട് അല്ലേ. ആ അയണോസ്ഫിയർ കൂടെ കറങ്ങുന്നുണ്ട്, എർത്തിൻ്റെ കൂടെ കറങ്ങുന്നു. അയണോസ്ഫിയറിലുള്ള അയോൺസിൻ്റെ റൊട്ടേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സർക്കുലാർ മോഷൻ കൊണ്ടാണ് എർത്തിൻ്റെ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എർത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. എർത്ത് ഇങ്ങനെ കറങ്ങുമ്പോൾ എർത്ത് കറങ്ങുന്ന ഒരു ആക്സിസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ, NGNS. എന്താണത്? G മീൻസ് ജോഗ്രഫിക്. ഓക്കെ, അപ്പോൾ അത് ജോഗ്രഫിക് നോർത്ത്, ജോഗ്രഫിക് സൗത്ത്. ഒരു എർത്ത് അതിൻ്റെ ആക്സിൽ കറങ്ങുന്നു നമുക്കറിയാം, അല്ലെങ്കിൽ എർത്ത് കറങ്ങുന്ന ഒരു പെർട്ടിക്കുലർ ആക്സ് ഉണ്ട്. ആക്സിനെ നമ്മൾ വിളിച്ച പേരാണ് അതിൻ്റെ ജോഗ്രഫിക് ആക്സിസ്. ആ ജോഗ്രഫിക് ആക്സിസ് കടന്നു പോകുന്ന രണ്ട് എൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എർത്തിൻ്റെ പോൾസ് എന്ന് പറയുക അല്ലേ, രണ്ട് ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിനെ നമ്മൾ നോർത്ത് പോൾ എന്നും മറ്റൊന്നിനെ സൗത്ത് പോൾ എന്നും പറയും. അപ്പോൾ എർത്ത് കറങ്ങുന്നത് ഏത് ആക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ആ ആക്സിനെ സൂചിപ്പിക്കുന്ന രണ്ട് പോയിന്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എർത്ത് കറങ്ങുമ്പോൾ എർത്തിന് ചുറ്റുഭാഗത്തുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് കൂടെ കറങ്ങുന്നുണ്ട്. അതിൽപ്പെട്ട അയണോസ്ഫിയർ കറങ്ങുന്നത് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, മറ്റൊരു കൺസെപ്റ്റ്, എർത്ത് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കോർ ഉണ്ട് അല്ലേ. ആ കോറിലുള്ള മെറ്റാലിക് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റാലിക് അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അത്തരത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ ഔട്ടർ കോറിൽ കറങ്ങുന്നത് കൊണ്ടാണ് എർത്തിന് എന്നുള്ള ഒരു പോള് മുകളിലും ഒരു പോള് താഴെയായിട്ട് ഒരു ബാർ മാഗ്നറ്റ് പോലെ എർത്ത് ആക്ട് ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഒരു പ്രബലമായ അഭിപ്രായം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമോ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആൻസർ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കാം. എന്താണ് എർത്ത്സ് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഈ പോയിന്റ് പഠിച്ചു വെക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഡൈനാമോ എഫക്റ്റ്? ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് ഡൈനാമോ എഫക്റ്റ്. എർത്തിൻ്റെ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് എർത്തിൻ്റെ ഔട്ടർ കോറിലുള്ള മെറ്റാലിക് അയോൺസിൻ്റെ റെവല്യൂഷനാണ്. ഓക്കെ, ഈ കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡൈനാമോ എഫക്റ്റ്. അപ്പോൾ നമുക്ക് ഡൈനാമോ എഫക്റ്റിന് എങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കാം? ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് മെറ്റാലിക് അയോൺസ് ഇൻസൈഡ് ദ കോർ ഓഫ് ദ എർത്ത്. Okay, and this phenomenon is called ഡൈനാമോ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എർത്ത്സ് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ ഡൈനാമോ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ എർത്തിൻ്റെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ചില മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആ മെഷർമെൻറ്റിൽ പ്രധാനപ്പെട്ട 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, നെയിം ദ 3 മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. ഓക്കെ, എർത്തിൻ്റെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ 3 ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആ ടേംസ് ഏതൊക്കെയാണ് ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, സിംപ്ലി അതിനെ ഡിക്ലിനേഷൻ എന്നും വിളിക്കാറുണ്ട്. രണ്ടാമത്തത് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ അതിനെ ഡിപ്പ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മൂന്നാമത്തത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഡൈനാമോ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. എർത്തിന്റെ മാഗ്നറ്റിസത്തിന് കാരണം എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ആണെന്ത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിച്ചൊരു പേരാണെന്ത്? ഡൈനാമോ എഫക്റ്റ്. ഓക്കെ, അങ്ങനെ എർത്തിന്റെ മാഗ്നറ്റിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയ 3 പേരുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആ 3 പേരുകളെ നമ്മൾ അറിയപ്പെടുന്നത് എന്തിനാണ്? മാഗ്നറ്റിക് എലമെന്റ്സ് of earth. What are they? Okay, declination,
ഇൻക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ 3 പേരുകൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലിനേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, നമ്മൾ എർത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എർത്തിൻ്റെ ഒരു ആക്സിസ് നമ്മൾ പറഞ്ഞു, ഇവിടെ ഏതാണിത്, ജോഗ്രഫിക് ആക്സിസ് ആണ് അല്ലേ. എന്താ ജോഗ്രഫിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ആണ് അല്ലേ. ആ ആക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 2 പോയിന്റുകളുണ്ട് എർത്തിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും. അത് നമ്മൾ എന്ത് വിളിച്ചു, ജോഗ്രഫിക് നോർത്ത്, ജോഗ്രഫിക് സൗത്ത്. എന്നാൽ എർത്തിൻ്റെ മുകളിൽ നമ്മളൊരു മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് പോയിന്റ് ചെയ്യുന്നത് എക്സാക്ട്ലി എങ്ങോട്ടല്ല എന്ന് പറയുന്നത്, എർത്തിൻ്റെ ജോഗ്രഫിക് സൗത്ത്, ജോഗ്രഫിക് നോർത്ത് ആ ഡയറക്ഷനിലല്ല, കുറച്ച് ചെരിഞ്ഞിട്ടാണ്, കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാർ മാഗ്നറ്റുകൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എർത്തിൻ്റെ എക്സാക്ട് ജോഗ്രഫിക് നോർത്തിലും സൗത്തിലുമല്ല എർത്തിൻ്റെ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, മാഗ്നറ്റിക് പവർ ഓഫ് അട്രാക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മാറിയിട്ടാണ് എന്ത് ചെയ്തത്, കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ ജോഗ്രഫിക് നോർത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പവർ ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നും ജോഗ്രഫിക് സൗത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടൊരു മാഗ്നറ്റിക് പവർ ഓഫ് അട്രാക്ഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. കാരണം അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നത്, ആ ദിശയിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. ആ പോയിന്റുകളെ നമ്മൾ എന്ത് വിളിച്ചു, മാഗ്നറ്റിക് പോൾസ് ഓഫ് എർത്ത് അല്ലേ, എർത്തിൻ്റെ മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർത്തിൻ്റെ അടുത്തുള്ള ഈ പോയിന്റിനെ നമ്മൾ എന്ത് വിളിച്ചു, മാഗ്നറ്റിക് നോർത്ത് എന്നും, സൗത്തിൻ്റെ അടുത്തുള്ള ഈ പോയിന്റ് നമ്മൾ എന്ത് വിളിച്ചു, മാഗ്നറ്റിക് സൗത്ത്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലെ പവർ ഓഫ് അട്രാക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 പോയിന്റുകളെ നമ്മൾ എന്ത് വിളിച്ചു, എർത്തിൻ്റെ മാഗ്നറ്റിക് പോൾസ്. ഓക്കെ, നോർത്തിൻ്റെ അടുത്തുള്ള പോയിന്റിനെ മാഗ്നറ്റിക് നോർത്ത് എന്നും സൗത്തിൻ്റെ അടുത്തുള്ള പോയിന്റിനെ നമ്മൾ മാഗ്നറ്റിക് സൗത്ത് എന്നും വിളിച്ചു. അവിടെ ഒരു കൺഫ്യൂഷൻ പറയാറ്, നമ്മളൊരു ബാർ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്താൽ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോയിന്റ് ചെയ്യുന്നത് എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്തിനടുത്തുള്ള ഈ പോയിന്റിലേക്കാണ്. അതുപോലെ മാഗ്നറ്റിൻ്റെ സൗത്ത് പോയിന്റ് ചെയ്യുന്നത് ജോഗ്രഫിക് സൗത്തിൻ്റെ അടുത്തുള്ള ഈ പോയിന്റിലേക്കാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോയിന്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും സൗത്തിലേക്കായിരിക്കും. ഓക്കെ, അതുപോലെ സൗത്ത് പോയിന്റ് ചെയ്യുക നോർത്തിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് സൗത്തും ഈ പോയിന്റ് നോർത്തും അല്ലേ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രഡീഷണലി നോർത്തിൻ്റെ അടുത്തുള്ള പോയിന്റ് എന്നുള്ള രീതിയിൽ ആ പോയിന്റിനെ, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ പോയിന്റ് ചെയ്ത് കാണിച്ച ആ പോയിന്റിനെ നമ്മൾ എന്തായിട്ട് എടുത്തു വരികയാണ്, മാഗ്നറ്റിക് നോർത്തായിട്ടും, നമ്മൾ തൂക്കിയിട്ട ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തത് ആ പോയിന്റിനെ നമ്മൾ മാഗ്നറ്റിക് സൗത്ത് ആയിട്ടും എടുക്കുന്നു. കാരണം അത് ജോഗ്രഫിക് സൗത്തിൻ്റെ അടുത്തുള്ള പോയിന്റ് എന്നും ജോഗ്രഫിക് നോർത്തിന് അടുത്തുള്ള പോയിന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റുകളാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. നോക്കൂ, അപ്പോൾ ഈ 2 പോയിന്റുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആക്സിസ് എടുക്കാം അല്ലേ. ഏത് 2 പോയിന്റുകൾ, മാഗ്നറ്റിക് നോർത്തിലൂടെയും മാഗ്നറ്റിക് സൗത്തിലൂടെയും കടന്നു പോകുന്ന ഒരു ആക്സിസ് ഞാനിവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ആക്സിനെ നമുക്ക് എന്ത് വിളിക്കാം, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത് എന്ന് വിളിക്കാം. ആദ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആക്സിനെ വിളിച്ചു, അതിനെന്ത് വിളിച്ചു, ജോഗ്രഫിക് ആക്സിസ് ഓഫ് ദ എർത്ത്. Then the next one is magnetic axis of the earth. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ 2 ആക്സുകൾക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ, ഒരു സ്ലൈറ്റ് ഇൻക്ലിനേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ ആംഗിളിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ജോഗ്രഫിക് ആക്സിസും എർത്തിൻ്റെ മാഗ്നറ്റിക് ആക്സിസും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിളിനെ, അല്ലെങ്കിൽ ആ 2 ആക്സുകൾക്കിടയിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക് ആക്സിസ് ആൻഡ് ദ മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു വെക്കുക. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്തിലെ ഒന്നാമത്തെ ടേം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്. ക്ലിയർ? ഓക്കെ,
ദെൻ ഇവിടെ രണ്ട് ഇക്വേറ്റർ കാണിച്ചിട്ടുണ്ട് നമ്മൾ. സ്വാഭാവികമായിട്ട് എർത്തിൻ്റെ ഇക്വേറ്റർ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഭൂമധ്യരേഖ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. എന്താണ്? ജോഗ്രഫിക് ആക്സിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് അല്ലേ അതിൻ്റെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, എവിടെ ആ എർത്തിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? അതിനെ ജോഗ്രഫിക് ഇക്വേറ്റർ എന്ന് നമുക്കറിയുന്നതാണ്, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, ജോഗ്രഫിയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ആക്സ് കുറച്ച് ചെരിഞ്ഞതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് എർത്തിന് ചുറ്റുഭാഗത്ത് ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ അവ തമ്മിലും ഒരു ആംഗിൾ ഉണ്ടാവും. ഇത് തമ്മിൽ ജോഗ്രഫിക് ഇക്വേറ്ററും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇക്വേറ്ററും തമ്മിലും ഇതേ ആംഗിൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാവും അർത്ഥം. ഓക്കെ, അപ്പോൾ ആ രണ്ട് പ്ലെയിനുകൾക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഏത് പ്ലെയിനുകൾക്കിടയിൽ? ജോഗ്രഫിക് ഇക്വേറ്ററിൻ്റെയും മാഗ്നറ്റിക് ഇക്വേറ്ററിൻ്റെയും പ്ലെയിനുകൾ തമ്മിലും ഇതേ ആംഗിൾ ഇവിടെ എന്ത് ചെയ്യും? മേക്ക് ചെയ്യുന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആംഗിൾ നമ്മൾ വിളിച്ച പേരാണെന്ത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അപ്പോൾ ഒന്നാമത്തെ ടേം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻസർ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്. ക്ലിയർ? ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം നോക്കൂ. മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പ് എന്ന്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡിക്ലിനേഷൻ ഇവിടെ മുകളിലുണ്ട്, അതിൻ്റെ ഷോർട്ട് ഫോം അല്ല ഡിപ്പ്. പിന്നെയോ മാഗ്നറ്റിക് ഇൻക്ലിനേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിപ്പ് എന്നുള്ളത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മളൊരു ബാർ മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചാലോ തിരിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വന്ന് നിൽക്കും അല്ലേ, നോർത്തിൽ സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കും. ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലും തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് നിൽക്കും. ഓക്കെ, എന്നാൽ നമ്മൾ ഇതേ സംഭവം ചെയ്തു നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ കോമ്പസ് നീഡിൽ നേരെ നിൽക്കാതെ കുറച്ച് താഴേക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്കോ എന്ത് ചെയ്യുന്നുണ്ട്? ചരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊരു കാരണം എന്തായിരിക്കും? ഇത് മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പാരലൽ അല്ല എല്ലായിടത്തും, ചിലയിടത്തൊക്കെ പാരലലാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്തിന് പാരലൽ അല്ല എന്നുള്ളതാണ്. എർത്തിൻ്റെ സർഫസിന് പാരലൽ അല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ പാരലൽ ആവുന്ന സ്ഥലമുണ്ട്, അല്ലാത്ത സ്ഥലമുണ്ട്. നമ്മൾ അല്ലാത്തൊരു സ്ഥലം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായി കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, എർത്തിൻ്റെ സർഫസിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഇതിനൊരു കമ്പോണന്റ് നമ്മൾ എടുത്തു. ദാറ്റ്സ് വാട്ട്സ് കോൾഡ് BH. ദാറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഈ എലമെന്റ്സിൽ മൂന്നാമത്തെ ടേം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ്സ് വാട്ട്സ് കോൾഡ് BH. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? BH. അതുപോലെ ഇതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട് അല്ലേ, എങ്കിൽ ഈ ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ അല്ലെ പാരലൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ എർത്തുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. ക്ലിയർ ആണ്? ഓക്കെ, ദെൻ ഒന്നുകൂടി ഞാൻ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എർത്തിന് പാരലൽ അല്ലെങ്കിൽ ആ ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ്. അപ്പോൾ പാരലൽ ആണെങ്കിലോ കുഴപ്പമൊന്നുമില്ല, പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ആ ഡിപ്പ് 0 ആണെന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഓക്കെ, ആ പാരലലായ സ്ഥലങ്ങളിലൊക്കെ ഡിപ്പിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതാണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്നുള്ള കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആൻസർ ഒന്നുകൂടി പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. സിംപ്ലി അങ്ങനെ പറയാം അല്ലേ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. എന്തുകൊണ്ട് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറഞ്ഞത്? ഓരോ സ്ഥലത്തിനനുസരിച്ച് എന്തുണ്ട്? ഈ ഇൻക്ലിനേഷൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. ചില സ്ഥലത്ത് 0 ഉണ്ട്, ചില സ്ഥലത്ത് 90 ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. അല്ലെങ്കിൽ നമുക്ക് എർത്തുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാലും മതി. ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് മാഗ്നറ്റിക് inclination. Okay, the third term, horizontal component of magnetic field. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മാഗ്നറ്റിക് എലമെന്റ്സ് എന്നുള്ള രീതിയിൽ 3 ടേം എടുക്കുമ്പോൾ അതിലൊരു ടേം ആയിട്ട് കൂടി നമ്മൾ അതിന് യൂസ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിന് പാരലൽ ആയിക്കൊണ്ട് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക്
മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എർത്തുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിസം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഒന്നാമത്തെ ടേം പറഞ്ഞു എന്താണ്? ഡൈനാമോ എഫക്റ്റ്. ദ മാഗ്നറ്റിസം ഓഫ് എർത്ത് ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് മെറ്റാലിക് അയോൺസ് in the core of the earth. Okay, and that's what's called dynamo effect. And the second important term is magnetic elements of earth. എന്താ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ആ എർത്തിന്റെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട 3 ഇമ്പോർട്ടൻറ്റ് മെഷർമെന്റ്സ് ആണല്ലേ, 3 ഇമ്പോർട്ടൻറ്റ് measurements related with the magnetism of earth is called magnetic elements of earth. ഏതൊക്കെയാണത്? ഒന്ന് ഡിക്ലിനേഷൻ, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, സിംപ്ലി അതിനെ ഡിക്ലിനേഷൻ എന്നും വിളിക്കാറുണ്ട്. ദാറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്. And the second one, magnetic inclination, simply dip എന്ന് പറയും. That's the angle between the magnetic field of earth at a particular place and its horizontal component is called magnetic dip. And third one, the horizontal component of magnetic field. And these 3 measurements are called magnetic elements of earth. Okay, ഇനി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ചില കാൽക്കുലേഷൻസും ചില കൺസെപ്റ്റുകളും നമുക്കൊന്ന് നോക്കാം. നോക്കൂ, അതിനുവേണ്ടി ഞാനിവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ വരച്ച എർത്തിൻ്റെ പിക്ചർ തന്നെയാണത്. ഇവിടെ ഏത് ആക്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ? മാഗ്നറ്റിക് ആക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ജോഗ്രഫിക് ആക്സസ് ഒഴിവാക്കി. ഓക്കെ, നമുക്കിവിടെ മാഗ്നറ്റിസം മാത്രം പഠിച്ചാൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ നമ്മൾ എന്ത് വിളിച്ചു? മാഗ്നറ്റിക് നോർത്ത്. ഈ പോയിന്റ് എന്ത് വിളിച്ചു? മാഗ്നറ്റിക് സൗത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എർത്ത് ഒരു ബാർ മാഗ്നറ്റ് പോലെയാണ് അല്ലേ? നോക്കൂ, പവർ ഓഫ് അട്രാക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 പോയിന്റ് ഞാൻ ഈ രീതിയിൽ എടുക്കാം, ഇവിടെ മാർക്ക് ചെയ്തിട്ട്. എർത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വലിയ ബാർ മാഗ്നറ്റ് ഇരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. ഓക്കെ, കാരണം എർത്തിന് ഒരു നോർത്ത് പോളുണ്ട്, ഒരു സൗത്ത് പോളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? നോക്കൂ, ഇവിടെ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഫീൽഡ് ലൈൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻ നമുക്ക് വരയ്ക്കാൻ അറിയാം. അതുപോലെ എർത്ത് ഒരു ബാർ മാഗ്നറ്റായി എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫീൽഡ് ലൈൻ ഇതുപോലെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ എടുക്കുക. നോക്കൂ, ഈ ചില പോയിന്റ്സ് നോക്കൂ, ഇവിടെ നമുക്ക് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും എർത്ത് സർഫസും തമ്മിൽ പാരലലാണ് അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ അങ്ങനെ തന്നെ എർത്തിൻ്റെ സർഫസും ഇവിടെ പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാരലായിട്ടുള്ള സ്ഥലങ്ങളെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സർക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് നേരത്തെ? ദ മാഗ്നറ്റിക് ഇക്വേറ്റർ. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഇക്വേറ്റർ എന്ന് പറയുന്ന ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ റൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ സ്ഥലങ്ങളിലൊക്കെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും എർത്തിൻ്റെ സർഫസും തമ്മിൽ എങ്ങനെയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിന് പാരലായിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ സർഫസ് ഇങ്ങനെ കർവായി വന്ന് ഇവിടെ എത്തുമ്പോൾ പാരലായി, അത് രണ്ടും പാരലാണ്. എല്ലായിടത്തും അങ്ങനെയല്ലല്ലോ. നോക്കൂ, കുറച്ച് ഇപ്പുറത്ത് നോക്കുമ്പോൾ എർത്തിൻ്റെ സർഫസും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ആംഗിൾ ഉണ്ട് അല്ലേ? പോളിലെത്തുമ്പോൾ നോക്കൂ, പോളിലെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നേരെ കുത്തനെ താഴേക്കായില്ലേ? എർത്തിൻ്റെ സർഫസ് ഇങ്ങനെയും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് ദ സർഫസ്? ഇറ്റ്സ് 90 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പ് എന്നുള്ള വാല്യൂ 0 ആവുന്ന സ്ഥലങ്ങളുണ്ട്, ഡിപ്പ് 90 ആവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക, ഡിപ്പ് 0 ആയ പ്ലേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അല്ലെങ്കിൽ അതിനെ കവർ ചെയ്താൽ കിട്ടുന്ന സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഇക്വേറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഇക്വേറ്ററിലുള്ള എല്ലാ പോയിന്റുകളിലും ഡിപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്താ ഡിപ്പ് എന്ന് പറഞ്ഞാൽ? ദ മാഗ്നറ്റിക് ഫീൽഡ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, അത് 0 ആയിരിക്കും അവിടേക്ക് ഇക്വേറ്ററിൽ. പോളിലോ 2 പോൾ എടുത്താലും മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ, ഇവിടുന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒന്ന് ചെന്ന് അവസാനിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നമുക്ക് ഡയറക്ഷൻ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 90 ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. നോക്കൂ, ഇവിടെ നേരെ മുകളിലേക്കാണ്, ഇവിടെ നേരെ കുത്തനെ ചെന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദിസ് സർഫസ് ആൻഡ് ദിസ് ഫീൽഡ് ലൈൻ? ഇറ്റ്സ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 2 പോളുകളിലും ഡിപ്പ് എത്രയാണ്? ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എങ്ങനെ പറയാം? നോക്കൂ, നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ബാർ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ ഒരു നൂല് കെട്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് പോളിൽ കൊണ്ടുപോയി വെച്ചാൽ അതെങ്ങനെ നിൽക്കുക? ഹൊറിസോണ്ടൽ ആയിട്ടല്ല നിൽക്കുക, പിന്നെ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ 90 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുക? അത് പോയിന്റ് ചെയ്യുക. 2 പോളുകളിലും അങ്ങനെ ആയിരിക്കും എന്നർത്ഥം.
ക്ലിയർ? അപ്പോൾ ആ രണ്ട് കേസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിപ്പ് ഈസ് 0 അറ്റ് ഇക്വേറ്റർ ആൻഡ് ഈസ് 90 അറ്റ് മാഗ്നറ്റിക് പോൾസ്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിപ്പ് എന്നുള്ള, ഇപ്പോൾ ഡിപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും എർത്തിൻ്റെ സർഫസും തമ്മിലുള്ള ആംഗിൾ ആണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് നമ്മൾ സാധാരണ നോക്കുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഏകദേശം നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഡിപ്പ് 0 ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്ലേസിലൊന്നും ഡിപ്പിൻ്റെ വല്ലാത്ത ചേഞ്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കത് മനസ്സിലാകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എർത്തിന്റെ സർഫസിൽ എല്ലായിടത്തും പാരലൽ അല്ല, വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല 90 ഉള്ള സ്ഥലമുണ്ട്. എവിടെയാണ്? മാഗ്നറ്റിക് പോൾസിൽ അത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കാൽക്കുലേഷൻസ് നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ വരച്ച പിക്ചർ ആണെന്നുള്ളത് വരയ്ക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് താഴേക്കാണ് വിചാരിക്കും. ദെൻ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അപ്പോൾ ഇത് ബി, ഇത് BH അല്ലേ? ഇത് ആംഗിളാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഈ ആംഗിളാണ് എന്ത് വിളിച്ചത്? ഡിപ്പ് എന്ന്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. ഞാൻ ഇവിടെ അത് തീറ്റ എന്ന് കൊടുക്കാം, ഈ കമ്പോണന്റ് കൊടുക്കാം വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു എവിടെ ഹൊറിസോണ്ടൽ ആണ്? ഇക്വേറ്ററിൽ ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ അവിടെ എത്രയായിരിക്കും? B ഈക്വൽ ടു എത്രയായിരിക്കും? BH ആയിരിക്കും അല്ലേ? കിട്ടിയോ? ഇക്വേറ്ററിൽ B ഈക്വൽ ടു BH ആയിരിക്കും. പോളിലോ B ഈക്വൽ ടു എന്തായിരിക്കും? BV ആയിരിക്കും. അല്ലെങ്കിൽ BV ഈക്വൽ ടു എത്രയായിരിക്കും? B ആയിരിക്കും. കംപ്ലീറ്റ് ഫീൽഡും എന്തായിരിക്കും? വെർട്ടിക്കൽ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇവിടെ ആണെങ്കിലോ, ഇക്വേറ്ററിലാണെങ്കിലോ കംപ്ലീറ്റ് ഫീൽഡ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. അതല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എടുക്കുമ്പോൾ BV ഈക്വൽ ടു എന്ത് എഴുതേണ്ടി വരും? ഇതിൻ്റെ ഓപ്പോസിറ്റ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? BV ഇസ് ഈക്വൽ ടു B ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് വെക്ടർ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് BH ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? B ഇൻറ്റു കോസ് തീറ്റ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റിസോൾവ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. ദെൻ BV സ്ക്വയർ പ്ലസ് BH സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡുകൾ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. B സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് B സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. B സ്ക്വയർ കോമൺ ആണ്, കൂടെ എന്തൊക്കെയാണുള്ളത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ ആൻസർ 1 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? B സ്ക്വയർ ഇസ് ഈക്വൽ ടു BV സ്ക്വയർ പ്ലസ് BH സ്ക്വയർ, അല്ലെങ്കിൽ സിംപ്ലി B ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് BV സ്ക്വയർ പ്ലസ് BH സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഈ 3 ഫീൽഡുകളെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ B ഈക്വൽ ടു റൂട്ട് ഓഫ് BV സ്ക്വയർ പ്ലസ് BH സ്ക്വയർ. അപ്പോൾ ഒരു സ്ഥലത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും തന്നാൽ നമുക്ക് ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മാത്രമല്ല, ഈ ആംഗിൾ എന്ന് പറയുന്ന ഏത് ആംഗിൾ ആണത്? ഡിപ്പ് ആണ് അല്ലേ? ആംഗിൾ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഡിപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പുതിയൊരു കാൽക്കുലേഷൻ നടത്താം. നോക്കൂ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 1/2 ചെയ്ത് നോക്കൂ. ഇക്വേഷൻ 1/2 ചെയ്താൽ എന്ത് കിട്ടും? LHS എന്താണത്? BV by BH. BV by BH that's equal to റൈറ്റ് സൈഡിൽ B ക്യാൻസൽ ചെയ്യൂലേ, ബാക്കി എന്താ ഉള്ളത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എന്താ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ? നമുക്കറിയാം ടാൻ തീറ്റ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് എഴുതാം? നോക്കൂ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അല്ലേ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ത് എഴുതാം? BV by BH. അപ്പോൾ പുതിയൊരു എക്സ്പ്രഷനും കൂടി കിട്ടി. എന്തിനുള്ള? ഡിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. എങ്ങനെ ഡിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കൂ. നമുക്ക് ഒരു സ്ഥലത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാം. മാത്രമല്ല ആ സ്ഥലത്ത് എന്തും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്പ് ആംഗിൾ എത്രയെന്ന് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് ഇക്വേഷൻ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് BV by BH.
ഇനി അതിൽ ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടലും മാത്രമേ അറിയുള്ളെങ്കിലോ ഇവിടെ നിന്നും കാണാം അല്ലേ, നമുക്ക് സൈൻ ഇൻവേഴ്സ് ബി വി ബൈ ബി വെച്ച് കാണാം. ഇനി ബിയും ബി എച്ചും ആണ് അറിയെങ്കിലും അപ്പോഴും കാണാം തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ബി എച്ച് ബൈ വി. അപ്പോൾ നോക്കൂ, ഇവ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതാണ് എർത്ത്സ് മാഗ്നറ്റിസത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനൊരു കൺക്ലൂഷൻ രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എർത്ത്സ് മാഗ്നറ്റിസം. എർത്തിൻ്റെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ചില ടേംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈനാമോ എഫക്റ്റ് ആയിരുന്നു. എർത്തിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ആൻസറുകൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, അത് പഠിച്ചു വെക്കുക. രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് ആയിരുന്നു. ഡിപ്പ്, ഡിക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മൂന്ന് കാര്യങ്ങളുടെ പേര് പഠിച്ചു വെക്കുക. പേര് എഴുതാൻ വരും, അല്ലെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വരും. അപ്പോൾ ഓരോന്നിൻ്റെ ആൻസർ കൂടെ പഠിച്ചു വെക്കുക. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ആക്സസ് ഏതൊക്കെയാണ്? ജോഗ്രഫിക് ആക്സസ് ആൻഡ് മാഗ്നറ്റിക് ആക്സസ് ഓഫ് എർത്ത് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അല്ലെങ്കിൽ സിംപ്ലി ഡിക്ലിനേഷൻ. Okay, then the angle between the magnetic field of earth at a particular place and its horizontal component is called magnetic inclination or dip. Clear? Okay, then dip angle equation നമ്മൾ ലാസ്റ്റ് എഴുതിയെന്തായിരുന്നു? theta equal to tan inverse bv by bh, where bh is the third element, that is what is called horizontal component of magnetic field അല്ലേ. എർത്തിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ്, അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് മെഷർമെന്റ്. ഇങ്ങനെ ഈ മൂന്ന് മെഷർമെന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്. അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് നമ്മൾ പറഞ്ഞു. എർത്തിനെ ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ ഫീൽഡ് ലൈൻസ് വെച്ച് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് സീറോ ആംഗിളിലെ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? ഇക്വേറ്റർ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദെൻ നമുക്കതിൽ നിന്ന് രണ്ട് പോളുകളിൽ ഡിപ്പ് 90 ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റൊക്കെ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എർത്ത്സ് മാഗ്നറ്റിസം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തോടു കൂടി നമ്മൾ മാഗ്നറ്റിസത്തിലെ 2 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററും. ഈ 2 ചാപ്റ്ററും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബേസ് ചെയ്തുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ ഇക്വേഷൻസ്, ഇവിടെയാണ് നമുക്ക് ഇക്വേഷൻസ് വന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഡെറിവേഷൻസ് നന്നായിട്ട് എഴുതി പഠിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പുതിയ ഭാഗങ്ങൾ എടുക്കാം. താങ്ക് യു.